എയിംസിനെ ചൊല്ലി സംസ്ഥാന ബിജെപിയിൽ ഭിന്നത. ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിലാണ് ഭിന്നത. സുരേഷ് ഗോപി പരസ്യ നിലപാട് ആവർത്തിക്കുന്നതിനെതിരെ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ചു. ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണം എന്ന് ഇന്നലെയും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു. കോട്ടയം പാലാ മേവടയിലെ കലുങ്ക് സൗഹൃദ സദസ്സിലായിരുന്നു പ്രതികരണം. ആ പ്രതികരണം കേൾക്കാം ആദ്യം. ഒരു എയിംസ് കേരളത്തിൽ തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത ഇലക്ഷന് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ടും വരത്തില്ല. വോട്ട് അഭ്യർത്ഥിക്കാൻ ഒരാൾക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് സംവിധാനത്തോട്, അതാണ് കണ്ടീഷൻ. 2016 മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത്, ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന്. ഇവിടെയെങ്കിലും നിങ്ങൾ അത് ഉടനെ ഫോറൻസിക് ലാബ് ആക്കല്ലേ. അപ്പോൾ ഒരു എയിംസ് വരുന്നതോടുകൂടി കേരളത്തിന്റെ തലയിലെടുത്ത് ആലപ്പുഴയിലൂടെ ഗണ്യമായ രീതിയിൽ വർണ്ണശബളമാക്കാൻ നമുക്ക് സാധിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ജന്മം കൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിനും നൽകാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ടായിരിക്കും, ഒരു പുണ്യമായിരിക്കും ആ ശ്രമം, അതിൻ്റെ വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എയിംസ് കാസർഗോട്ട് വരണമെന്നാണ് നിലപാടെന്ന് ബിജെപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞു. എൻ്റെ നിലപാടും പിന്നെ ബിജെപിയുടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് കമ്മിറ്റി നിലപാട് കാസർഗോഡിൽ തന്നെ എയിംസ് വരണം എന്നും പറഞ്ഞിട്ടായിട്ടാണ്. കാസർഗോഡിൽ തന്നെ എയിംസ് വരണം. ഞാൻ MP ഇലക്ഷൻസിൽ മത്സരിക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയിംസിക്ക് ഞാൻ ട്രൈ ആക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഞാൻ MP ആയി കഴിഞ്ഞെങ്കിൽ 100% എയിംസ് കാസർഗോഡ് ജില്ലയിൽ കൊണ്ടുവരും. ഇവിടുത്തെ MP വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാസർഗോഡിൽ എയിംസ് എപ്പോഴും വരാമായിരുന്നു. പിന്നെ അന്ന് ഞാൻ MP ഇലക്ഷൻസിൽ തോട്ട സ്റ്റേഷൻ പോലും നമ്മളെ സുരേഷ് ഗോപി ആയിട്ടുള്ള മന്ത്രിനെ കണ്ടിട്ടായിട്ട് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിജിക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും, ആലപ്പുഴയിൽ എന്ത് വരണം, എന്തിനാണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ അത് നല്ല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടും അയാൾ പറഞ്ഞിട്ടുണ്ടാവും. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഈ ഇത്തരം പരാമർശം നടത്തിയതിൽ തുടക്കത്തിൽ തന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. പക്ഷേ അദ്ദേഹം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സുരേഷ് ഗോപി ഈ പരാമർശം കഴിഞ്ഞ ദിവസത്തിലെ സദസ്സിലും അത് പറയുകയാണ്. കൂടുതൽ ആളുകൾക്ക്, കൂടുതൽ നേതൃത്വത്തിലുള്ളവർക്ക് തന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതൃപ്തിയുണ്ട് എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? തീർച്ചയായും സുരേഷ് ഗോപിയുടെ ഈ പരസ്യ പ്രസ്താവനയിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ആ അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി കൂടിയായി അനൂപ് ആന്റണി ഡൽഹിയിൽ പോയപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു. ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിനെതിരെയുള്ള സംസ്ഥാന നേതാക്കളുടെ വികാരമാണ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. 27-ാം തീയതി സംസ്ഥാന കമ്മിറ്റി കൊല്ലത്ത് വെച്ച് ചേരുന്നുണ്ട്. ഈ സമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി കൊല്ലം ഈ സംസ്ഥാന സമ്മേളനത്തിലും സംസ്ഥാന കമ്മിറ്റിയിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. അതേസമയം പ്രധാനമന്ത്രിയെ രാജീവ് ചന്ദ്രശേഖർ അടുത്ത ആഴ്ച കാണുന്നുണ്ട്. ഈ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ സുരേഷ് ഗോപി നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ വിലക്കണമെന്നും നിലയ്ക്ക് നിർത്തണമെന്നുള്ള ആവശ്യം രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും എന്നുള്ളൊരു സൂചനയും നിൽക്കുന്നുണ്ട്. എന്തായാലും വിവിധ അഭിപ്രായവുമായി വിവിധ നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാസർഗോഡ് വരണമെന്ന് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഭിപ്രായം ഉന്നയിച്ചു കഴിഞ്ഞു. കൂടാതെ MD രമേശ് അടക്കമുള്ളവരുടെ അഭിപ്രായം ഇത്തരത്തിൽ സുരേഷ് ഗോപി നിരന്തരമായി ആവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യമായിരിക്കാം. എന്തായാലും പാർട്ടിക്ക് അതിലൊരു നിലപാടുണ്ട്. കേന്ദ്ര നേതൃത്വം എവിടെയാണ് എയിംസ് വരേണ്ടത് എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം അത് പ്രഖ്യാപിക്കും. കേന്ദ്ര സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും സുരേഷ് ഗോപിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പറയട്ടെ എന്നുള്ള നിലപാടാണ് MD രമേശ് അടക്കം സ്വീകരിച്ചത്. തിരുവനന്തപുരത്ത് വരണമെന്ന് തിരുവനന്തപുരത്തെ ജില്ലാ നേതാക്കളടക്കം ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിൽ എയിംസിന് വേണ്ടി ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ 27-ന് ചേരുന്ന കമ്മിറ്റിയിൽ JP നദ്ദ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഒരു തീരുമാനം എയിംസ് എവിടെ വരും എന്നുള്ളൊരു തീരുമാനം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അനുജ, അതാണ് ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ നേതൃത്വത്തിനുള്ളിൽ വലിയ ഭിന്നതയ്ക്ക് വഴിവെച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.